എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ദേവസ് ലിസ്റ്റിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ സുഹൃത്തുക്കൾക്കും സ്വാഗതം. അപ്പൊ ഞാനിന്ന് വന്നിരിക്കുന്നത് ഒരു ട്രഡീഷണൽ മേക്ക് ഓവർ ലുക്കുമായിട്ടാണ്. ഓണം സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. ഇപ്പൊ ഈ കർക്കിടക മാസമാണെങ്കിലും ഇപ്പൊ അത് കഴിഞ്ഞാൽ നമുക്ക് ചിങ്ങമാസത്തിലേക്ക് നമ്മൾ കടക്കാണ്. അപ്പൊ നമ്മൾ കൂടുതൽ യൂസ് ചെയ്യുന്നത് ട്രഡീഷണൽ ഡ്രസ്സുകളായിരിക്കും. അപ്പോൾ ആ സമയത്ത് നമ്മൾ കൂടുതൽ ഉപയോഗിക്കുന്ന ട്രഡീഷണൽ ഡ്രസ്സിൽ വരുന്നതാണ് സെറ്റ് മുണ്ട്, സെറ്റ് സാരി, ധാവണി, പട്ടുപാവാട അങ്ങനെയുള്ളതില്ല. അപ്പൊ ഇന്ന് ഞാൻ ചെയ്യുന്നത് നമ്മുടെ സെറ്റ് മുണ്ട്, റെഡി ടു വെയർ സെറ്റ് മുണ്ടിന് പറ്റിയ ഒരു മേക്കപ്പ് ലുക്ക് ആയിട്ടാണ് വന്നിരിക്കുന്നത്. റെഡി ടു വെയർ സെറ്റ് മുണ്ട് ഞാൻ ചെയ്തത് തന്നെയാണ്. അപ്പൊ നമുക്ക് താമസിക്കാതെ വീഡിയോയിലേക്ക് കിടക്കാം. അപ്പൊ നമുക്ക് മേക്കപ്പിലേക്ക് കിടക്കാം. അപ്പൊ ഞാൻ എന്റെ ഫേസ് നന്നായിട്ട് പ്രെപ്പ് ചെയ്തിട്ടുണ്ട്. പ്രൈമർ വരെ ഞാൻ അപ്ലൈ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇനി നമുക്ക് നമ്മുടെ കളർ കറക്ഷനിലേക്കാണ് പോകുന്നത്. എന്റെ ഫേസിൽ എന്റെ കണ്ണിന്റെ ഈ ചുറ്റും ഈ ഭാഗത്തും ചെറിയൊരു കളർ വ്യത്യാസമുണ്ട്. അപ്പൊ നമുക്ക് അതൊന്ന് സ്കിന്നുമായിട്ടൊന്ന് മേച്ച് ചെയ്തെടുക്കാം. അതിനായിട്ട് ഞാൻ കൺസീൽ ചെയ്യുവാണ്. കളർ കറക്റ്റർ ഞാൻ യൂസ് ചെയ്യുന്നില്ല, കാരണം അത്രയ്ക്കുള്ള ഒരു ഡാർക്ക്നെസ് ഒന്നും എന്റെ കണ്ണിന് ചുറ്റും ഇല്ല. അപ്പൊ അതുകൊണ്ട് ജസ്റ്റ് നമുക്ക് കൺസീൽ ചെയ്ത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം. അപ്പൊ ഞാൻ എന്റെ കൺസീൽ ചെയ്യേണ്ട ഭാഗത്തെല്ലാം കൺസീൽ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിത് പൗഡർ വെച്ചൊന്ന് സെറ്റ് ചെയ്തെടുക്കാം. അപ്പൊ ഞാനിവിടെ ലാക്മിയുടെ കോമ്പാക്ട് പൗഡർ വെച്ചിട്ടൊന്ന് സെറ്റ് ചെയ്യുവാണ്. ഈ കൺസീൽ ചെയ്ത ഭാഗം മാത്രമേ സെറ്റ് ചെയ്യുന്നുള്ളൂ. അപ്പൊ കൺസീൽ ചെയ്ത ഭാഗം ഞാൻ പൗഡർ വെച്ചൊന്ന് സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ഐ മേക്കപ്പിലേക്ക് കിടക്കാം. കളർ സ്റ്റുഡിയോയുടെ ഐഷാഡോ പാലറ്റാണ് എടുത്തിരിക്കുന്നത്. ഇതില് ഇത്രയേറെ കളേഴ്സ് ഉണ്ട്. ഈ പാലറ്റ് വെച്ചിട്ടാണ് ഞാൻ ഐ വർക്ക് ചെയ്യാൻ പോകുന്നത്. എന്റെ സാരിയുടെ ബോർഡർ ഓറഞ്ച് കളറാണ്. അപ്പൊ ഓറഞ്ച് കളറിന് കണക്കാക്കി, ഓറഞ്ച് ആയിട്ട് എടുക്കുന്നില്ല, അതിനൊരു കണക്കാക്കിയിട്ടുള്ളൊരു കളർ എടുത്തിട്ടാണ് ഞാൻ ഐ വർക്ക് ചെയ്യാൻ പോകുന്നത്. അപ്പൊ നമ്മൾ അത് ആദ്യം നമ്മുടെ ട്രാൻസിഷൻ ഷെയ്ഡായിട്ട് ഞാൻ യൂസ് ചെയ്യുന്നത് ഈ ഒരു ഷെയ്ഡാണ്. ട്രാൻസിഷൻ ഷെയ്ഡായിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പൊ നമ്മുടെ കണ്ണില് ട്രാൻസിഷൻ ഷെയ്ഡ് ഞാൻ അപ്ലൈ ചെയ്തു. ഇനി ഞാൻ ഈ ഒരു ഷെയ്ഡ് ഔട്ടർ കോർണറിൽ കൊടുക്കുന്നുണ്ട്. ലൈറ്റ് ആയിട്ടാണ് ആ ഷെയ്ഡ് കൊടുക്കുന്നത്. എന്നിട്ട് ആ ഷെയ്ഡ് നമുക്ക് മുകളിലേക്ക് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഒന്ന് കൊടുക്കാം. ആ സെയിം ഷെയ്ഡ് തന്നെയാണ് ഞാൻ എടുക്കുന്നത്. ഓറഞ്ച് പോലത്തെ ഷെയ്ഡ്, ഓറഞ്ചും അല്ല, ഒരു ബ്രിക്സിന്റെ ഷെയ്ഡ്. അപ്പൊ നമ്മുടെ ഔട്ടർ കോർണറിലാണ് നമ്മളത് കൊടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് ഇന്നർ കോർണറിൽ ഒരു ഗോൾഡൻ ഷെയ്ഡ് കൊടുക്കാം. അപ്പൊ ഇതിനകത്ത് ആ ഗോൾഡൻ കളർ ഇല്ല, ഗോൾഡൻ ഷിമറി ഷെയ്ഡ് ഇല്ല. നമുക്ക് കളർ ബോർഡിന്റെ പാലറ്റിൽ നിന്ന് എടുക്കാം. കളർ ബോർഡിന്റെ പാലറ്റിൽ നിന്ന് ഈ ഓറഞ്ച് ഷിമറി ഷെയ്ഡാണ് ഇന്നർ കോർണറിൽ കൊടുക്കാനായിട്ട് എടുക്കുന്നത്. നല്ല പിഗ്മെന്റേഷൻ ഉള്ള പാലറ്റാണ്, കുറച്ചെടുത്താൽ മതിയാവും. എന്നിട്ട് നമ്മൾ ഔട്ടർ കോർണറിൽ കൊടുത്ത ആ ഒരു ഷെയ്ഡുമായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പം നമ്മൾ ഇന്നർ കോർണറിൽ ആ ഒരു ഓറഞ്ച് ഷിമറി ഷെയ്ഡും കൂടെ കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒന്ന് നമ്മുടെ കണ്ണൊന്ന് ഹൈലൈറ്റ് ആയി നിൽക്കാനായിട്ട് നമുക്ക് ഈ ഒരു ഗോൾഡൻ ഷെയ്ഡും കൂടെ മിക്സ് ചെയ്യാം. അത് നമുക്ക് നമ്മുടെ കണ്ണിന്റെ ഐബോളിന്റെ അവിടെ ഇട്ട് കൊടുക്കാം. അതായത് ഈ കണ്ണിന്റെ ഈ രണ്ട് കളറോട് മിക്സ് ആവൂലേ, അതിന്റെ മധ്യഭാഗത്ത് നമ്മുടെ ഐബോളിന്റെ അവിടെ ഇങ്ങനെ ഇട്ട് കൊടുക്കാം. എന്നിട്ട് രണ്ട് ഷെയ്ഡുമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പൊ നമ്മൾ ഐ ഷാഡോ അപ്ലൈ ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ഐലൈനർ എഴുതി കൊടുക്കാം. ഐലൈനർ എഴുതുന്നതിന് മുന്നേ നമ്മുടെ കണ്ണിന്റെ വാട്ടർ ലൈനും ടാഗ് ലൈനും നമുക്കൊന്ന് എഴുതി കൊടുക്കാം. ഞാൻ ഷുഗറിന്റെ കാജലാണ് യൂസ് ചെയ്യുന്നത്. അത് വെച്ചിട്ട് നമുക്കൊന്ന് കണ്ണിനകത്ത് നന്നായിട്ടൊന്ന് എഴുതി കൊടുക്കാം. അപ്പൊ നമ്മളെ കണ്ണിന്റെ വാട്ടർ ലൈനും ടാഗ് ലൈനും എഴുതി കഴിഞ്ഞു. ഇനി നമുക്ക് ഐലൈനർ എഴുതി കൊടുക്കാം. ഐലൈനർ ഞാൻ ലാക്മിയുടെ ഇൻസ്റ്റാ ലൈനറാണ് എടുത്തിരിക്കുന്നത്. നമുക്ക് നന്നായിട്ട് വാലിട്ട് തന്നെ കണ്ണെഴുതി കൊടുക്കാം. അപ്പൊ നമ്മൾ കണ്ണിന്റെ മേൽഭാഗം നന്നായിട്ട് എഴുതിയിട്ടുണ്ട്.
ഇനി നമുക്ക് കണ്ണിൻ്റെ താഴ്ഭാഗത്ത് നമ്മൾ മേളിൽ ചെയ്ത അതേപോലെ നമ്മുടെ കണ്ണിൻ്റെ താഴ്ഭാഗം നമുക്കൊന്ന് ഫിനിഷ് ചെയ്തെടുക്കാം. ആദ്യം നമ്മൾ എഴുതിയ കാജൽ നമുക്ക് താഴ്ഭാഗത്തൊന്ന് സ്മഡ്ജ് ചെയ്ത് കൊടുക്കാം. കണ്ടോ? ഇനി നമുക്ക് നമ്മുടെ ഐ ഷാഡോ താഴെ ഒന്ന് സ്മഡ്ജ് ചെയ്ത് കൊടുക്കാം. ഈ ഐ ഷാഡോ. അപ്പം നമ്മുടെ കണ്ണിൻ്റെ മേളിൽ ചെയ്ത ഐ ഷാഡോകളെല്ലാം വെച്ചിട്ട് നമ്മൾ കണ്ണിന് താഴെയും അതുപോലെ സ്മഡ്ജ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഐബ്രോ ഫില്ല് ചെയ്യാം. ഐബ്രോ ഞാൻ ലൈറ്റായിട്ട് ഫില്ല് ചെയ്യുന്നുള്ളൂ. സെറ്റ് വേൾഡിൻ്റെ ഐബ്രോ കിറ്റ് വെച്ച് കഴിഞ്ഞാണ് എൻ്റെ സ്ഥിരം പാലറ്റാണത്. എനിക്കത് ഭയങ്കര ഇഷ്ടപ്പെട്ട എൻ്റെ ഫേവറേറ്റാണ്. അപ്പോൾ നമുക്കതൊന്ന് ഡാർക്ക് ഷെയ്ഡ് എടുത്തിട്ട് നമുക്കൊന്ന് ലൈറ്റാക്കി ഫില്ല് ചെയ്ത് കൊടുക്കാം. കണ്ടോ? ഈ പുരുവ് തമ്മിലുള്ള വ്യത്യാസം കണ്ടോ? എന്നിട്ട് നമുക്ക് സ്പൂലി വെച്ചൊന്ന് ഇങ്ങനെ കോംബ് ചെയ്ത് കൊടുക്കാം. കണ്ടോ? ഈ പുരുവ് തമ്മിലുള്ള വ്യത്യാസം. നമ്മുടെ ഫേസിനൊരു ഡെഫിനിഷൻ തരുന്നത് നമ്മുടെ ഐബ്രോസ് ആണ്. അത് നന്നായിട്ട് ഫില്ല് ചെയ്തില്ലെങ്കിൽ നമ്മുടെ ഫേസ് വല്ലാണ്ടിരിക്കും. അപ്പോൾ നമ്മുടെ ഐബ്രോസ് നമ്മൾ ഫില്ല് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് നമ്മുടെ ഫേസ് മേക്കപ്പിലോട്ട് പോകാം. അപ്പോൾ നമുക്കിനി ഫൗണ്ടേഷൻ അപ്ലൈ ചെയ്യാം. ഇനി നമുക്ക് ഇതുപോലൊരു പാലറ്റിനകത്ത് നമുക്ക് നമ്മുടെ ഫൗണ്ടേഷൻ എടുക്കാം. ഇപ്പം ഞാൻ എൻ്റെ ഷെയ്ഡിനേക്കാളിലും കുറച്ച് ഡാർക്ക് ഷെയ്ഡാണ് ഞാൻ എടുത്തിരിക്കുന്നത്. കണ്ടോ? എന്നിട്ട് ഇതുപോലൊരു ബ്രഷ് വെച്ചിട്ട് നമുക്ക് ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഇങ്ങനെ ബ്രഷ് വെച്ചിട്ട് ഡാബ് ചെയ്ത് നമുക്ക് ഫൗണ്ടേഷൻ ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം. അപ്പം നമ്മുടെ ഫേസിൽ നമ്മുടെ ഫൗണ്ടേഷൻ നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കോമ്പാക്ട് പൗഡർ ഉപയോഗിച്ചൊന്ന് സെറ്റ് ചെയ്യാം അത്. കാരണം എൻ്റെ ഫേസ് ഓയിലി ഫേസ് ആണ്. അതുകൊണ്ട് പെട്ടെന്ന് എൻ്റെ ഫേസിൽ ഓയിൽ വരും. അതുകൊണ്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് കോമ്പാക്ട് പൗഡർ ഉപയോഗിച്ച് സെറ്റ് ചെയ്യാം. അപ്പം നമ്മുടെ കോമ്പാക്ട് പൗഡർ ഉപയോഗിച്ച് നമ്മൾ ഫേസ് ഒന്ന് സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ബ്ലഷ് അപ്ലൈ ചെയ്യാനുണ്ട്. സിമ്പിളായിട്ടുള്ളൊരു ട്രഡീഷണൽ ലുക്ക് ആയതുകൊണ്ട് ഞാൻ അങ്ങനെ കോണ്ടൂർ ഒന്നും അധികം ചെയ്യുന്നില്ല. ചെറുതായിട്ടൊരു ബ്ലഷും ചെറുതായിട്ട് ഹൈലൈറ്റും മാത്രം ചെയ്യുന്നുണ്ട്. പിന്നെ ലിപ്സ്റ്റിക്ക് അപ്ലൈ ചെയ്യുന്നുണ്ട്. ബ്ലഷിനായിട്ട് ഞാൻ നേരത്തെ എടുത്ത കളർ സ്റ്റുഡിയോയുടെ ഐഷാഡോ പാലറ്റാണ് യൂസ് ചെയ്യുന്നത്. അതിൽ ഈ ഒരു ഷിമ്മറി ഷെയ്ഡാണ് ബ്ലഷിനായിട്ട് യൂസ് ചെയ്യുന്നത്. ലൈറ്റായിട്ട് മാത്രമേ ഇടുന്നുള്ളൂ. എനിക്ക് ബ്ലഷ് അധികം യൂസ് ചെയ്യുന്നതിനോട് താല്പര്യമില്ലാത്ത ഒരാളാണ്. അപ്പോൾ നമ്മൾ ബ്ലഷ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ഹൈലൈറ്റ് ചെയ്യാം. ഹൈലൈറ്റ് ചെയ്യാനായിട്ട് ലൈറ്റായിട്ട് ഹൈലൈറ്റ് ചെയ്യുന്നുള്ളൂ. അതിനായിട്ട് ഞാൻ ഇതുപോലൊരു ഹൈലൈറ്റർ എടുത്തിട്ട് ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് ലൈറ്റായിട്ട്. അപ്പോൾ നമ്മുടെ ഹൈലൈറ്റർ നമ്മൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ഫൈനൽ ടച്ച് നമ്മുടെ ലിപ്സ്റ്റിക്ക്. ഇതിനിടയ്ക്ക് എൻ്റെ ഫോണിൻ്റെ സ്പേസ് പോയി കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഷൂട്ട് ചെയ്ത അത്രയും വീഡിയോസും ലാപ്ടോപ്പിലോട്ട് കോപ്പി ചെയ്യുന്ന സമയത്ത് ഞാൻ പോയി ഡ്രസ്സൊന്ന് ചേഞ്ച് ചെയ്തു. എന്തായാലും ഞാൻ ഈ കളർ ഡ്രസ്സാണ്, ഈ കളർ സാരിയാണ് ഞാൻ ഉടുക്കാൻ പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് എൻ്റെ ബ്ലൗസൊക്കെ ഒന്ന് എടുത്തിട്ട് സെറ്റായി വന്നു. അപ്പോൾ നമ്മൾ പുരുവം ഹൈലൈറ്റ് ചെയ്തു, കണ്ണും ഹൈലൈറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ ഫേസിൻ്റെ ലുക്ക് കുറച്ചും കൂടെ ഒന്ന് മാറും. പിന്നെ എന്നെ സംബന്ധിച്ച് എനിക്ക് ഈ മേക്കപ്പ് ഒന്നും ചേരുന്ന ഫേസ് അല്ല. അപ്പം നിങ്ങൾ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടി ചെയ്യുന്നൊരു വീഡിയോ ആണ്. ഇനി നമുക്ക് നമ്മുടെ ലിപ്പിലേക്ക് കിടക്കാം. ഒരു മിനിറ്റ്, ഞാൻ ലിപ്പ് ലൈനർ ഒന്ന് എടുത്തുകൊണ്ട് വരട്ടെ. അപ്പം നമുക്ക് നമ്മുടെ ലിപ്പ് ആദ്യം ഒന്ന് ലൈൻ ചെയ്ത് കൊടുക്കാം. ഞാൻ ലിപ്പ് ലൈൻ ചെയ്തതിന് ശേഷമാണ് ലിപ്സ്റ്റിക് ഇടുന്നത്. അപ്പം നമ്മുടെ ലിപ്പിന് ഒരു ഷേപ്പ് കിട്ടും. ചിലരുടെ ലിപ്സിന് ഷേപ്പ് കാണത്തില്ല. ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ നമുക്ക് കറക്ഷൻസ് ചെയ്യേണ്ടി വരും. ആ സമയത്ത് ലിപ്പ് ലൈൻ ചെയ്ത് ലിപ്സ്റ്റിക് യൂസ് ചെയ്യുന്നതാണ് ബെറ്റർ. അപ്പം ഞാൻ ലിപ്സ് ലൈൻ ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പം ലിപ്സിനൊരു ഷേപ്പ് കിട്ടിയിട്ടുണ്ട്. ഇനി ഞാൻ യൂസ് ചെയ്യുന്ന ലിപ്സ്റ്റിക്ക് ഇതിൻ്റെ മോസ്റ്റ് ഫേവറേറ്റ് ലിപ്സ്റ്റിക്കാണ്. ബ്ലൂ ഹെവൻ്റെ ഡസ്കി ന്യൂഡ് 312 എന്നുള്ള ഷെയ്ഡാണ്. ഇത് അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളിയാണ്. നമ്മൾ ലിപ്സ്റ്റിക്ക് അപ്ലൈ ചെയ്തിട്ടുണ്ടെന്ന് പോലും നമുക്ക് തോന്നില്ല. അടിപൊളിയാണ്. എന്നാൽ നമ്മുടെ ലിപ്സിനൊരു നല്ല ഒരു മാറ്റ് ലുക്കും തരും. ഒരു എന്താ വെച്ചാൽ നമ്മുടെ ലിപ്പ് ഇങ്ങനെ വരണ്ട് പിടിക്കത്തുമില്ല. അങ്ങനത്തെ ഒരു നല്ല അടിപൊളിയാണ്. വില വളരെ വലിയ വിലയൊന്നുമില്ല. ഒരു 100 രൂപയ്ക്കകത്തൊക്കെ വരുന്നുള്ളൂ ഇത്. കണ്ടോ, നല്ല അടിപൊളി ഷെയ്ഡല്ലേ. എനിക്കിത് ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു ഷെയ്ഡാണ്. കണ്ടോ, ഒരുപാട്
ന്യൂഡായി പോയതുകൊണ്ട് ഞാൻ ഇതിനകത്ത് മെബിലിൻ ന്യൂയോർക്കിൻ്റെ ഒരു പിങ്ക് ന്യൂഡ് ലിപ്സ്റ്റിക്കും കൂടെ ഇടുന്നുണ്ട്. മാറ്റ് ഫിനിഷാണ്. ഇവിടെ മാത്രമേ ഞാൻ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുള്ളൂ. എന്നിട്ട് ബ്ലെൻഡ് ചെയ്തെടുക്കുകയാണ്. ക്യാമറയിൽ കാണാൻ എങ്ങനെയുണ്ടെന്ന് അറിഞ്ഞൂടാ, എങ്കിലും നേരിട്ടാണ് പേളി ലുക്കാണ്. കണ്ടോ? എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഷെയ്ഡാണ് ഈ രണ്ടെണ്ണം. അപ്പോൾ ഇനി നമുക്ക് ഒരു പൊട്ടും കൂടെ വെച്ച്, പിന്നെ നമ്മളൊരു കാര്യം സ്കിപ്പ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ കണ്ണിൽ മസ്കാര ഇട്ടിട്ടില്ല. അപ്പം നമുക്ക് മസ്കാരയും കൂടെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം. നമ്മൾ കണ്ണിൽ എന്ത് വർക്ക് ചെയ്താലും ഒന്നുകിൽ ഐ ലാഷസ് വെക്കണം, അല്ലെങ്കിൽ മസ്കാര ഇടണം. എങ്കിലേ കണ്ണ് ഒരു ഫിനിഷിങ് ലുക്കിലെത്തുള്ളൂ. കണ്ടോ? ഈ കണ്ണ് തമ്മിലുള്ള ഡിഫറൻസ് കണ്ടോ? മസ്കാര ഇട്ടാലേ നമ്മുടെ കണ്ണിന് ഒരു ഫിനിഷ്ഡ് ലുക്ക് കിട്ടത്തുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ ലാഷസ് വെക്കണം. കണ്ടോ? അപ്പം നമ്മുടെ രണ്ട് കണ്ണിൽ നമ്മൾ മസ്കാര അപ്ലൈ ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്കൊരു പൊട്ടും കൂടെ വയ്ക്കാം. പൊട്ടും കൂടെ വെച്ചിട്ട് നമ്മുടെ ഫേസ് മേക്കപ്പ് ഫിനിഷ് ആവും. പിന്നെ പൊട്ട് വെക്കാനായിട്ട് ഒരു ലിപ്സ്റ്റിക്കാണ് യൂസ് ചെയ്യുന്നത്. ഒരു മെറൂൺ കളർ പൊട്ട് വയ്ക്കാമെന്ന് വിചാരിക്കുന്നു. അപ്പം നമ്മുടെ ഫേസ് മേക്കപ്പ് ഫിനിഷായി. ഇനി നമുക്ക് നമ്മുടെ ഹെയർ സ്റ്റൈലിലേക്ക് കിടക്കാം. ഹെയർ സ്റ്റൈലിൽ വളരെ സിമ്പിളായിട്ടാണ് ചെയ്യുന്നത്. അപ്പം നമുക്ക് ആദ്യം ഒന്ന് ഹെയർ കോംബ് ചെയ്യാം. എന്നിട്ട് നമുക്ക് സിമ്പിളായിട്ടൊരു ഹെയർ സ്റ്റൈൽ ചെയ്യാം. വളരെ സിമ്പിളാണ്. ഇതാ ഇങ്ങനെ ഇവിടെ നിന്ന് മുടി ഇങ്ങനെ എടുത്തിട്ട് ഇതാ ഇതുപോലെ ഒരു ഈർക്കിളി സ്ലൈഡ് വെച്ചിട്ട് നമുക്കിവിടെ സെക്യൂർ ചെയ്ത് കൊടുക്കാം. നമ്മുടെ ഹെയർ സ്റ്റൈല് ജസ്റ്റ് രണ്ട് സൈഡ് നമ്മൾ കുളിപ്പിന്നൽ പിന്നുന്നത് പോലെ മുടി എടുത്തിട്ട് അവിടെ ഇങ്ങനെ നമ്മൾ ഈർക്കിളി സ്ലൈഡ് വെച്ചിട്ടൊന്ന് സെക്യൂർ ചെയ്ത് കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഹെയർ സ്റ്റൈല് കഴിഞ്ഞു. ഇനി നമുക്ക് നമ്മുടെ സാരി ഉടുക്കാം. നമ്മൾ സാരി ഉടുക്കുമ്പോൾ അണ്ടർ സ്കർട്ട് എപ്പോഴും റൈറ്റ് സൈഡിലായിരിക്കണം. അണ്ടർ സ്കർട്ടിൻ്റെ കെട്ട് വരുന്നത് റൈറ്റ് സൈഡിലായിരിക്കണം. ഓക്കെ. ഇനി നമുക്ക് സെറ്റ് മുണ്ട് എടുക്കാം. അപ്പോൾ റെഡി ടു വെയർ സെറ്റ് മുണ്ടാണ്. ഞാൻ തന്നെ ചെയ്ത സെറ്റ് മുണ്ടാണ്. അപ്പോൾ നമുക്കത് ഉടുക്കുന്നത് എങ്ങനെ നോക്കാം. അപ്പോൾ ഇത് എങ്ങനെയാണ് ഉടുക്കുന്നത് നമുക്ക് നോക്കാം. വളരെ എളുപ്പമാണ്. ഇതാ ഇങ്ങനെയാണ് ഇതിൻ്റെ ഫ്രണ്ട് ഭാഗം വരുന്നത്. ഞാൻ അയൺ ചെയ്തില്ല, ജസ്റ്റ് ചെയ്തെടുത്തതേ ഉള്ളൂ. ഇങ്ങനെയാണ് എൻ്റെ ഫ്രണ്ട് വരുന്നത്. നമുക്കതിനെ ഇങ്ങനെ വെച്ചിട്ട് നമ്മുടെ സ്കേർട്ട് എടുത്തില്ലേ, സ്കേർട്ട് ഇടുന്ന പോലെ നമുക്കിത് ഇങ്ങനെ വെക്കാം. കണ്ടോ? എന്നിട്ട് ഈ ബോർഡർ ഇതാ ഇവിടെ ഇങ്ങനെ വരും. ഞാൻ കുറച്ച് പുറകിലോട്ട് വെച്ച് കാണിച്ചു തരാം. അപ്പം നമ്മളിത് ഉടുക്കുന്നത് ഇതിൻ്റെ ഫ്രണ്ട് പാർട്ട് വരുന്നത് ഇവിടെയാണ്. കണ്ടോ? ഇതാണ് ഫ്രണ്ട് പാർട്ട്. നമ്മൾ സാധാരണ സ്കേർട്ട് എടുക്കുന്ന പോലെ ഉടുത്താൽ മതി. കണ്ടോ? ഇങ്ങനെ കണ്ടോ? ഈ കരഭാഗം സെന്ററിൽ വരണം. കണ്ടോ? എന്നിട്ട് നമ്മൾ ഇവിടെ ഒരു കൊളുത്ത് വെച്ചിട്ടുണ്ട്. ആ കൊളുത്തിൽ നമുക്കിങ്ങനെ കൊളുത്തി വെക്കാം. നമ്മളിവിടെ കൊളുത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് ദാ ഈ ഭാഗം ഇങ്ങനെ എടുക്കാം. ജസ്റ്റ് ഇങ്ങനെ തിരിച്ചാൽ മതി. കണ്ടോ? വളരെ ഈസിയാണ്. ഇപ്പം എനിക്ക് സെറ്റ് മുണ്ട് ഉടുക്കാൻ ഭയങ്കര പാടാണ്. എനിക്ക് സെറ്റ് മുണ്ട് ഉടുക്കാൻ അറിയില്ല. ഞാൻ പഠിച്ചു വരുന്നേ ഉണ്ടായിരുന്നുള്ളൂ. എന്നാൽ ഞാൻ ഇടയ്ക്ക് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്, സെറ്റ് മുണ്ട് ഉടുക്കുന്ന വീഡിയോ. അപ്പം ഞാൻ വിചാരിച്ചു വളരെ ഈസി ആയിട്ട് പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്നത്. ഇപ്പം റെഡി ടു വെയർ ആണല്ലോ, അപ്പോൾ ഒന്ന് ചെയ്ത് നോക്കണം. അങ്ങനെ ചെയ്തതാണ്. അപ്പം എല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്ന് വിചാരിക്കുന്നു. വളരെ എളുപ്പത്തിൽ നമുക്ക് സെറ്റ് മുണ്ടും സെറ്റ് ചെയ്തെടുക്കാൻ പറ്റും. കണ്ടോ? അതായത് ജസ്റ്റ് നമ്മൾ ഇവിടുത്തെ സ്കേർട്ടിനെ ഇങ്ങോട്ട് വെച്ച് നമ്മൾ സ്കേർട്ടിൽ പിൻ ചെയ്തില്ലേ, അതൊരു പിൻ ചെയ്യുന്നു. ബാക്കി മുന്താണി വരുന്ന ഭാഗത്തെ വലിച്ച് മേളിലേക്ക് ഇടുന്നു. അത്രേ ഉള്ളൂ. നമ്മുടെ മേക്കപ്പ് ഫിനിഷായി, നമ്മുടെ ഹെയർ സ്റ്റൈൽ ഫിനിഷായി, നമ്മുടെ സാരി ഡ്രേപ്പിംഗ് ഫിനിഷായി, എല്ലാം ഫിനിഷായി. അപ്പം നമ്മുടെ ഫൈനൽ ലുക്ക് ഇങ്ങനെയാണ്. പിന്നെ റെഡി ടു വെയർ സാരി അത് ഉടുക്കുന്ന രീതി എങ്ങനെയാണ് നിങ്ങൾ കണ്ടു മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മുടെ ദേവൂസ് ലൈഫ് സ്റ്റൈലിൻ്റെ ഓണം സ്പെഷ്യൽ
ഔട്ട്ഫിറ്റാണ് ഈ റെഡിമെയ്ഡ് സെറ്റ് മുണ്ട്. ഇനി റെഡിമെയ്ഡ് സെറ്റ് മുണ്ട് മാത്രമല്ല, റെഡിമെയ്ഡ് സാരി വരുന്നുണ്ട്, റെഡിമെയ്ഡ് ധാവണി വരുന്നുണ്ട്, അങ്ങനെ കുറച്ച് സീരീസ് വരുന്നുണ്ട്. അപ്പൊ നമ്മുടെ റെഡി ടു വെയർ സെറ്റ് മുണ്ട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. ഇത് ഞാൻ പുറത്ത് ചെയ്തു കൊടുക്കുന്നുണ്ട്. അപ്പം താല്പര്യമുള്ളവർക്ക്, ഈ റെഡി ടു വെയർ സാരി ഇഷ്ടപ്പെട്ട് താല്പര്യമുള്ളവർക്ക് ഈ വീഡിയോ കണ്ടതിന് ശേഷം താഴെ വന്ന് കമന്റ് ചെയ്താൽ ഞാൻ അവർക്ക് അവരുടെ റിക്വയർമെന്റ്സ് അനുസരിച്ച് ചെയ്തു കൊടുക്കുന്നതായിരിക്കും. പിന്നെ അളവുകളൊക്കെ ഞങ്ങൾ അവിടെ പോയി എടുത്തു കൊടുക്കുന്നതായിരിക്കും. തിരുവനന്തപുരത്താണെങ്കിൽ പോയി അവർ പറയുന്ന സ്ഥലത്ത് പോയി അളവെടുത്ത് ചെയ്തു കൊടുക്കുന്നതായിരിക്കും. ഇല്ലാത്ത പക്ഷം ഇതുപോലെ വീഡിയോ കോൾ എന്തെങ്കിലും ചെയ്തിട്ട് അവരോട് അളവെടുത്ത് തരാൻ പറയും. അതനുസരിച്ച് അവർ അളവെടുത്ത് തരും. അങ്ങനെയാണ് ഞാൻ ചെയ്തു കൊടുക്കാൻ പ്ലാൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ യൂസ്ഫുൾ ആയി കാണുമെന്ന് വിചാരിക്കുന്നു. മറ്റൊരു വീഡിയോ വീണ്ടും കാണാം. അതുവരേക്കും ടേക്ക് കെയർ, ബൈ ബൈ.